എപ്പോഴും ഫോണിലാണോ നിങ്ങളുടെ ശ്രദ്ധ? ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കാതിരിക്കാൻ പറ്റുന്നില്ലേ അല്ലേ? അപ്പോൾ ഈ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് നമ്മുടെ ഫോക്കസ് എങ്ങനെ തിരിച്ചുപിടിക്കാം എന്ന് നോക്കിയാലോ? ഈ ഡോപ്പമൈൻ ഡീറ്റോക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെക്കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകളും അതിന്റെ പിന്നിലെ സയൻസും എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഇത് നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? ദിവസം മുഴുവൻ എന്തൊക്കെയോ തിരക്കായിരുന്നു, പക്ഷെ അവസാനം നോക്കുമ്പോൾ കാര്യമായി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വെറുതെ ഒരു ശീലത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇതിന്റെ പിന്നിൽ നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു സൈക്കിൾ തന്നെയുണ്ട്. ഒരു കാലത്ത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും ആൾക്കാരുമായി സംസാരിക്കാനും ഒക്കെ സഹായിച്ച ഈ ചെറിയൊരു സ്ക്രീനില്ലേ, അതിപ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമയവും ശ്രദ്ധയും ഒക്കെ കവർന്നെടുക്കുന്ന ഒരു കെണിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഓരോ ഒഴിവു സമയവും അതിലേക്ക് വീണുപോകുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ബസ് കാത്തു നിൽക്കുമ്പോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോ, എന്തിനേറെ ഉറങ്ങാൻ കിടക്കുമ്പോ പോലും നമ്മുടെ കൈ അറിയാതെ ഫോണിലേക്ക് പോവും. പിന്നെ സ്ക്രീൻ ഓണാവും, നമ്മൾ സ്ക്രോള് ചെയ്ത് തുടങ്ങും. മിനിറ്റുകൾ പിന്നെ മണിക്കൂറുകളാവും. അവസാനം സമയം പോയതല്ലാതെ ഒന്നും കിട്ടിയില്ല എന്നൊരു തോന്നല് മാത്രം ബാക്കിയാവും. അപ്പോ ഇതിനൊരു പരിഹാരമായിട്ടാണ് പലരും ഈ ഡോപ്പമൈൻ ഡീറ്റോക്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ വാക്കിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം? നമുക്കതിലേക്ക് കടക്കാം. ചിലർ വിചാരിക്കുന്നത് ഈ ഡോപ്പമൈൻ ഒരു വിഷം പോലെയാണെന്നാണ്, ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട എന്തോ ഒന്ന്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ഡോപ്പമൈൻ നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കലാണ്. നമുക്ക് മോട്ടിവേഷൻ തരുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നതും ഒരു ലക്ഷ്യം നേടുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ഇതൊക്കെ തരുന്നത് ഡോപ്പമൈനാണ്. ശരിക്കും പറഞ്ഞാൽ അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോവാൻ പോലും പറ്റില്ല. അപ്പോൾ ശരിക്കുള്ള വില്ലൻ ഡോപ്പമൈൻ അല്ല, മറിച്ച് നമ്മുടെ ഈ ഡിജിറ്റൽ ലോകം നമ്മുടെ ബ്രെയിനിന്റെ ഈ സിസ്റ്റത്തിനെ എങ്ങനെയാണ് മുതലെടുക്കുന്നത് എന്നതാണ് പ്രശ്നം. ഓരോ നോട്ടിഫിക്കേഷനും ഓരോ ലൈക്കും ഓരോ പുതിയ പോസ്റ്റും നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ ഫോണും മറ്റു ഡിവൈസുകളുമൊക്കെ നമ്മൾ ഇത്രയധികം ആകർഷിക്കുന്നത്? നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ഇതിൽ കുടുങ്ങിപ്പോകുന്നത്? നമുക്കൊന്ന് നോക്കാം. ഈ ഒരു താരതമ്യം കേട്ടാണ് നമ്മൾ ശരിക്കും ഞെട്ടും. നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡില്ലേ, അത് ശരിക്കും ഒരു കാസിനോയിലെ സ്ലോട്ട് മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ചൂതാട്ട മെഷീനുകൾ ആളുകളെ അടിമകളാക്കാൻ ഉപയോഗിക്കുന്ന അതേ സൈക്കോളജിക്കൽ ട്രിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. വേരിയബിൾ റിവാർഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് അടുത്തതായി എന്ത് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. ഈ ഒരു അനിശ്ചിതത്വമാണ് നമ്മുടെ ബ്രെയിനിനെ വീണ്ടും വീണ്ടും തിരിച്ചുവരാൻ പ്രേരിപ്പിക്കുന്നത്. ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും അടുത്തതെന്തെങ്കിലും രസകരമായത് കാണുമെന്നൊരു ചെറിയ പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ഈ കളിയിലാണ് നമ്മൾ വീണു പോകുന്നത്. അപ്പോൾ ഈ ഒരു കെണിയിൽ നമ്മൾ വീഴുന്നത് ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ്. 1, നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു. 2, എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ലായ്മ. ചിലപ്പോൾ നല്ലൊരു വീഡിയോ പോസ്റ്റോ കിട്ടും. 3, അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസാകും, ഒരു ചെറിയ സന്തോഷം തോന്നും. 4, ആ സന്തോഷം വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. പതിയെ പതിയെ ബോറടിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് ശീലമായി മാറും. അപ്പൊ ശരിക്കുള്ള പരിഹാരം എന്താണ്? ഡോപ്പമൈനെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്, മറിച്ച് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ സ്റ്റിമുലേഷനിൽ നിന്ന് നമ്മുടെ ബ്രെയിനിന് ഒരു ബ്രേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതിന്റെ ആ ഒരു നാച്ചുറൽ ബാലൻസ് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുക. ഇതൊരു നല്ല ഉദാഹരണമാണല്ലേ. നമ്മൾ എപ്പോഴും ഭയങ്കര മധുരമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചാൽ സാധാരണ ഭക്ഷണത്തിനൊന്നും ഒരു രുചിയും തോന്നില്ല. പക്ഷെ കുറച്ചുനാൾ ആ മധുരം നിർത്തിയാൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ സ്വാഭാവിക രുചി നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിനിന്റെ കാര്യവും അതുപോലെ തന്നെയാണ്. നമ്മുടെ ബ്രെയിനിനെ ലൈക്കുകൾ, നോട്ടിഫിക്കേഷനുകൾ, ചെറിയ റീൽസ്, അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന റിവാർഡുകൾക്ക് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ, ഒരു പുസ്തകം വായിച്ചു തീർക്കുക, ഒരു പുതിയ സ്കിൽ പഠിക്കുക, അങ്ങനെ കുറച്ചധികം സമയമെടുത്ത് മാത്രം കിട്ടുന്ന റിവാർഡുകളോട് നമുക്ക് താല്പര്യം കുറയും. കാരണം അതിന് ക്ഷമ വേണം, ഫോക്കസ് വേണം. അപ്പൊ ശരി, നമ്മുടെ ശ്രദ്ധ എങ്ങനെ തിരിച്ചുപിടിക്കാം? അതിനുള്ള കുറച്ച് പ്രാക്ടിക്കൽ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്, അവബോധം. അതായത് നമ്മൾ എപ്പോഴാണ് ഫോൺ എടുക്കുന്നത്, എന്തിനാണ് എടുക്കുന്നത് എന്ന് സ്വയം ഒന്ന് ശ്രദ്ധിക്കുക. വെറുതെ ബോറടിക്കുമ്പോഴാണോ, അതോ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴാണോ? പലപ്പോഴും അതൊരു ശീലത്തിന്റെ ഭാഗമായിരിക്കും, അല്ലാതെ ശരിക്കൊരു ആവശ്യമുണ്ടായിട്ടാവില്ല. ഇന്നത്തെ കാലത്ത് ബോറടിക്കാൻ നമുക്കെല്ലാവർക്കും ഒരു പേടിയാണ്. 1 മിനിറ്റ് വെറുതെ ഇരിക്കാൻ കിട്ടിയാൽ അപ്പ ഫോൺ എടുക്കും. പക്ഷേ ഈ ബോറടി അത്ര മോശം കാര്യമല്ല. ഫോണോ മറ്റ് ഡിസ്ട്രാക്ഷനുകളോ ഇല്ലാതെ മനസ്സിന് വെറുതെ അലയാൻ വിടുന്ന ആ സമയത്താണ് പലപ്പോഴും നല്ല ക്രിയേറ്റീവ് ഐഡിയകൾ വരുന്നത്,
ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത്. ഈ ഒരു മെന്റൽ റീസെറ്റിന് തുടക്കമിടാൻ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ചെറിയ ചാലഞ്ചാണിത്. ഒരു വീക്കെൻഡ് ഡിജിറ്റൽ ഫാസ്റ്റ്. വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് ശനിയും ഞായറും ഫോണിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. നടക്കാൻ പോവുക, ബുക്ക് വായിക്കുക, വീട് വൃത്തിയാക്കുക, അങ്ങനെ എന്തെങ്കിലും ഓഫ്ലൈൻ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ചെയ്തു നോക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം അറിയാൻ പറ്റും. ആ വീക്കെൻഡ് ഫാസ്റ്റിന്റെ ഗുണം നിലനിർത്താൻ ഈ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. രാവിലെ എണീറ്റ ഉടനെ ഫോണിൽ നോക്കുന്നതിന് പകരം അന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ ഒരു 30 മിനിറ്റെങ്കിലും ഫോൺ മാറ്റിവെച്ച് ഫുൾ ഫോക്കസോടെ ഇരിക്കുക. ഫോൺ നോക്കാനുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ അത് തിരിച്ചറിയുക, എന്നിട്ട് വേണ്ട, ഇപ്പൊ നോക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നതും ഫോക്കസ് കൂട്ടാൻ സഹായിക്കും. ഇതൊക്കെ ശ്രമിക്കുമ്പോൾ ചിലപ്പോ പരാജയപ്പെട്ടെന്നിരിക്കും. അത് സാരമല്ല. അപ്പോ സ്വയം കുറ്റപ്പെടുത്തരുത്. ഇതൊരു പരീക്ഷയല്ല, ഒരു പരിശീലനമാണ്. ഓരോ ചെറിയ മാറ്റവും ഒരു വിജയമാണ്. സ്ഥിരതയോടെ മുന്നോട്ടു പോകുന്നതിലാണ് കാര്യം. ഈ ചാർട്ട് നോക്കിയാൽ ആ മാറ്റം വ്യക്തമായി കാണാം. തുടക്കത്തിൽ എപ്പോഴും ഫോണും നോട്ടിഫിക്കേഷനും ഒക്കെയുള്ളപ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരു ഡിജിറ്റൽ ഫാസ്റ്റ് കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് കുറയും. പിന്നെ സ്ഥിരമായി നമ്മൾ ഇത് പരിശീലിക്കുമ്പോൾ ഫോക്കസ് ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായി മാറും. ഈ ഒരു ആശയം എപ്പോഴും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശ്രദ്ധ ഒരു മസിൽ പോലെയാണ്. നമ്മൾ എത്രത്തോളം അതിനെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും. ഉപയോഗിച്ചില്ലെങ്കിലോ അത് ദുർബലമാകും. അപ്പോ ഇതിന്റെ എല്ലാം അർത്ഥം നമ്മൾ ടെക്നോളജി പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്നല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ തന്നെ നിയന്ത്രിക്കണം. നമ്മുടെ സമയം എവിടെ പോവണം, നമ്മുടെ ശ്രദ്ധ എന്തിനു കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ നമ്മുടെ ഫോണിലെ ആപ്പുകളല്ല. അപ്പോ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ശ്രദ്ധ. അതിന്റെ നിയന്ത്രണം ഇപ്പോ ആരുടെ കയ്യിലാണ്? ഒരു ആൽഗോരിതത്തിന്റെ കയ്യിലാണോ, അതോ നിങ്ങളുടെ കയ്യിലാണോ? ആ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള യാത്ര നമുക്ക് ഇന്നു തന്നെ തുടങ്ങാം.